ശശി തരൂർ കോൺഗ്രസിൽ നിന്നിറങ്ങി BJP-യിൽ ചേർന്നു. ഇനി ശശി തരൂർ BJP-യിലായിരിക്കും. കോൺഗ്രസ്സുകാർ തന്നെ തിരിയുന്നു. അതിന്റെ യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ്? ഈ ഒരു വ്യക്തി ഇപ്പോൾ ചെയ്യുന്ന പല പ്രവർത്തികളും BJP-യെ അനുകൂലിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ ജനനായകൻ തന്നെയാണ്, അല്ലാതെ നിങ്ങളെ പോലെ അപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമല്ലായിരുന്നു അദ്ദേഹത്തിന്. ശശി ഇപ്പോഴാണ് ശശിയായെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ശശി തരൂരിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. മോദിയെ സ്തുതിക്കാനായിട്ട് ഒരു അവസരം കാത്തിരിക്കുന്നത് പോലെയാണ് ശശി തരൂരിന്റെ പല രീതികളും നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ടാമത്തെ ഓർമ്മദിനം. അപ്പൊ ഈ രണ്ടാമത്തെ ഓർമ്മദിനവുമായി ബന്ധപ്പെട്ട നമ്മുടെ ശശി തരൂർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ജനനായകനാണ് എന്ന് പറഞ്ഞു തുടങ്ങിയൊരു പോസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഇട്ടിരുന്നത്. പക്ഷെ അതിനടിയിലേക്ക് അദ്ദേഹത്തിനെ തന്നെ ട്രോളിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തന്നെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആളുകളാണ് കമന്റുകൾ ഇടുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോ ഇങ്ങനൊരു സഹതാപ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള പോസ്റ്റുമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിലേക്ക് കോൺഗ്രസ്സുകാർ തന്നെ തിരിയുന്നു. അതിന്റെ യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ്? അത് നമുക്കറിയാം. ശശി തരൂരിന്റെ ഇപ്പോഴുള്ള അവസ്ഥ അല്ലെങ്കിൽ ശശി തരൂർ പറയുന്ന പല പ്രസ്താവനകളെയും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ശശി തരൂരിനെ നമുക്കറിയാം കോൺഗ്രസ് തന്നെ വിശ്വപൗരൻ എന്നൊരു പട്ടം ചാർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുകയും പിന്നീട് അവിടെ വിജയിക്കാൻ നമ്മൾ കണ്ടതാണ്. ഈ ഒരു വ്യക്തി ഇപ്പോൾ ചെയ്യുന്ന പല പ്രവർത്തികളും BJP-യെ അനുകൂലിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ മോദി സ്തുതിയും അല്ലെങ്കിൽ BJP-യുടെ നിയമങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ BJP പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇദ്ദേഹത്തിന് യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഇദ്ദേഹം വിശ്വസിക്കുന്നത്, ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഈ പറഞ്ഞ ശശി തരൂരിട്ട് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് ജനനായകന് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോ ഈ ജനനായകൻ എന്ന് വിളിച്ചതിന് കമന്റിൽ വന്നൊരു കമന്റ് ഇങ്ങനെയാണ്: അതെ, അദ്ദേഹം ജനനായകൻ തന്നെയാണ്, അല്ലാതെ നിങ്ങളെ പോലെ അപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമല്ലായിരുന്നു അദ്ദേഹത്തിന്. അല്ല, അങ്ങനെയുള്ള കമന്റുകൾ മാത്രമല്ല, ശശി ഇപ്പോഴാണ് ശശിയായെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ശശി തരൂരിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇത്രത്തോളം വിമർശനം ഏറ്റുവാങ്ങേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു വിമർശനത്തിന് ഇരയാക്കിയിട്ടുള്ളത്. കാരണം അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുന്നത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ BJP കോൺഗ്രസ് പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. എപ്പോഴും മോദിയെ സ്തുതിച്ചുകൊണ്ട്, എപ്പോഴും മോദിയെ സ്തുതിക്കാനായിട്ട് ഒരു അവസരം കാത്തിരിക്കുന്നത് പോലെയാണ് ശശി തരൂരിന്റെ പല രീതികളും നമ്മൾ കാണുന്നത്. കൂടാതെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന്റെ പാർട്ടിയാണ്. സാധാരണ ജനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ BJP-യുടെ ആ ഒരു രീതിയിലേക്ക് ചേർന്ന് പോവുക, അല്ലെങ്കിൽ കോൺഗ്രസിനെ തന്നെ വിമർശിക്കുക, ഇതൊക്കെയാണ് ശശി തരൂർ ചെയ്യുന്നത്. അല്ല, ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു P. സരിനും ശശി തരൂരും പോസ്റ്റ് ഇട്ടിരുന്നു എന്ന്. ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട്. P. സരിൻ എന്ന് പറയുന്നത് CPM-ലേക്ക് അദ്ദേഹം പോയ ഒരാളാണ്. ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസ് ഉള്ള ഒരാളാണ്. അത് വ്യത്യാസമല്ലേ? ഇത് വലിയ വ്യത്യാസം തന്നെയാണ്. കാരണം ഈ P. സരിൻ എന്ന് പറയുന്നത് ആ ഒരു പാർട്ടിയിൽ നിൽക്കാൻ സാധിക്കാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോസ്റ്റ് ഇടുന്നതിന് നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. ഏതൊരു ഈ P. സരിനായാലും അതല്ല, ഏതൊരു സാധാരണ ജനങ്ങൾ എടുത്താലും ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ആർക്കും മറക്കാനാകാത്തൊരു വ്യക്തി തന്നെയാണ്. അതെ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം മുതലായിരുന്നില്ല. അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഇടുന്നത്, അതും കോൺഗ്രസിൽ തന്നെ ഉള്ള ശശി തരൂർ പോസ്റ്റ് ഇടുന്നില്ല. എന്താണ് തെറ്റ്? അദ്ദേഹം പോസ്റ്റ് ഇടുന്നതിലല്ലായിരുന്നു തെറ്റ്. കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ശശി തരൂർ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. BJP അല്ലെങ്കിൽ മോദി പറയുന്ന കാര്യങ്ങളുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു. കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിനെതിരായിട്ട് സംസാരിക്കുന്ന ശശി തരൂരിന്റെ. ഒരുപക്ഷെ ഈ ശശി തരൂർ കോൺഗ്രസിൽ നിന്നിറങ്ങി BJP-യിലേക്ക് നമുക്ക് എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ്, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ശശി തരൂർ കോൺഗ്രസിൽ നിന്നിറങ്ങി BJP-യിൽ ചേർന്നു. ഇനി ശശി തരൂർ BJP-യിലായിരിക്കും എന്നുള്ള പല വാർത്തകളും നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു കോൺഗ്രസ് പാർട്ടി അദ്ദേഹം കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയിട്ടില്ല. പക്ഷെ അദ്ദേഹം പല രീതിയിലും പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസിൽ നിൽക്കാൻ സാധിക്കുന്നില്ല, എങ്ങനെയൊക്കെയോ ആണ് പിടിച്ചു നിൽക്കുന്നത്, കഷ്ടപ്പെട്ടാണ് കോൺഗ്രസിൽ പിടിച്ചു നിൽക്കുന്നത് ശശി തരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നീടും എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത് എന്ന് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അല്ല, ഇത് അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിന്റെ അതേ ഇതിൽ തന്നെയാണ്. ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്നത് എപ്പോഴും കോൺഗ്രസിന്റെ ഐഡിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾപാർട്ടി ജനാധിപത്യം ഏറ്റവും കൂടുതലുള്ള ഒരു പാർട്ടിയാണ്. അപ്പം അദ്ദേഹം പാർട്ടിക്ക് എതിരാണ് എന്ന് പറയുന്നത് അദ്ദേഹം എതിരായിട്ട് മത്സരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് അദ്ദേഹം കേരളത്തിൽ നിന്ന് അദ്ദേഹമായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള വോട്ട് ശതമാനവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കോൺഗ്രസിന്റെ ഒരു പൈതൃകമല്ല. അതായത് ഗാന്ധിജിയുടെ കാലം തൊട്ട് കോൺഗ്രസിലെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമ്പോൾ രണ്ട് വശമായി തിരിഞ്ഞു നിന്ന് അന്ന് ഗാന്ധിജി നിർത്തിയ ആളെ പോലും മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ വന്നില്ലേ? അപ്പൊ അങ്ങനെ വോട്ടിങ്ങിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെയല്ലേ കോൺഗ്രസ് എല്ലാ കാലത്തും കടന്നു പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം എതിരായി
കോൺഗ്രസിലെ പ്രതിപക്ഷമായി എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റ് പറയാൻ കഴിയുമോ? അതൊരു ജനാധിപത്യ സംവിധാനത്തിലുള്ളതല്ലേ. അതും അത്രത്തോളം കോൺഗ്രസ് എന്ന് പറയും, അത്രത്തോളം ജനാധിപത്യത്തെ എടുത്തു പറയുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പൊ അവിടെ ആ ഒരു ജനാധിപത്യം നല്ലതല്ലേ? ജനാധിപത്യം നല്ലതാണ്. ഇപ്പൊ ശശി തരൂരിനെ സംബന്ധിച്ച് ഈ പറയുന്ന തിരുവനന്തപുരത്ത് വിജയിച്ച ഒരു മന്ത്രിയാണ്. എന്നിട്ട് പോലും അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ വല്ലപ്പോഴും മാത്രമാണ് തിരിഞ്ഞു നോക്കുന്നത്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്കെല്ലാം ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു തിരുവനന്തപുരം ജില്ലയിൽ പോലും എല്ലാവർക്കും എല്ലാം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള നേരം പോലും അദ്ദേഹത്തിനില്ല. ഡൽഹിയിൽ മോദി സ്തുതിയും പാടിക്കൊണ്ട് മോദിയുടെ കൂടെ തന്നെ ചേർന്നുകൊണ്ട് ബി ജെ പി പ്രവർത്തകരുടെ കൂടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിന്റെ പേര് മാത്രമേ കോൺഗ്രസിലുള്ളൂ, അദ്ദേഹത്തിന്റെ ശരീരവും പ്രവർത്തനവും എല്ലാം ബി ജെ പിയുടെ കൂടെയാണ്. പിന്നെ ശശി തരൂർ പറഞ്ഞ മറ്റൊരു പ്രസ്താവനയാണ് കോൺഗ്രസ്സുകാർ ശശി തരൂരിനെ ഒന്നിലും അടുപ്പിക്കുന്നില്ല, അതിന് ഉദാഹരണമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്ന്. ഇങ്ങനെ ഇത്രയും വിശ്വപൗരനായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, ഭാവിയിൽ സ്വയം മുഖ്യമന്ത്രിയാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ക്ഷണിച്ചിട്ട് വേണം ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. ഒരിക്കലും അതിന്റെ ഒരു ആവശ്യമില്ല. അന്ന് അദ്ദേഹം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റായിരുന്നു. നിലമ്പൂരിൽ എന്നെ ആരും ക്ഷണിച്ചിട്ടില്ല, എന്നെ ആരും വിളിച്ചിട്ടില്ല എന്ന്. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അതൊരു ബൈ ഇലക്ഷൻ ആകുമ്പോൾ എല്ലാ നേതാക്കന്മാരും വരേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമാണ്. അവിടെ ആരും വിളിച്ചിട്ടോ ക്ഷണിച്ചിട്ടോ ഒന്നും വരേണ്ടതല്ല. അവിടെ കല്യാണമോ അല്ലെങ്കിൽ നിശ്ചയമോ പാലുകാച്ചോ ഒന്നും അല്ല. അവിടെ നടക്കുന്നത് ഒരു പാർട്ടിയുടെ ബൈ ഇലക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരാൾ രാജിവെച്ചതിനെ തുടർന്ന് അവിടെ ഉണ്ടാകുന്ന ഒരു ബൈ ഇലക്ഷൻ ആണ്. അപ്പൊ അവിടെ എത്തിച്ചേരേണ്ടത് കേരളത്തിലെ നേതാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ്. ശശി തരൂരിനെ പോലുള്ള ആളുകൾ തന്നെയല്ലേ ഇപ്പോഴും കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുള്ള. ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടിരുന്നത്, അല്ലെങ്കിൽ വി ഡി സതീശനൊപ്പം ചേർന്ന് നിന്ന് പല കാര്യങ്ങളിലും മുൻപിൽ നിൽക്കേണ്ടിരുന്ന വ്യക്തിയാണ് എന്നെ ക്ഷണിച്ചില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത്. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു സമീപനമായിരുന്നു അന്ന് ശശി തരൂരിൽ നിന്നുണ്ടായത്. പക്ഷെ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ശശി തരൂരിനെ ഇത്രത്തോളം വിമർശിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ വിമർശനം ഉന്നയിക്കില്ലായിരുന്നു ഒരു പക്ഷേ ഈ പറഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചാണെങ്കിലും. പഹൽഗാം ഭീകരാക്രമണ സമയത്ത് നമ്മൾ കണ്ടതാണ്, കോൺഗ്രസ് പാർട്ടി പറയുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ പാർട്ടിയോട് ഒരു വാക്ക് ചോദിക്കാതെയാണ് ബി ജെ പി അല്ലെങ്കിൽ മോദി തീരുമാനിച്ച പല കാര്യങ്ങളിലും, ഈ ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ശശി തരൂർ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ സ്വന്തം പാർട്ടിയെ ഒരു രീതിയിലും ഉൾപ്പെടുത്താൻ, പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ പോകുന്ന ഒരു വ്യക്തി ഇപ്പോ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ പാർട്ടിയിൽ നിൽക്കാൻ സാധിക്കുന്നില്ല, നിൽക്കാൻ ആഗ്രഹമില്ല എന്നൊക്കെ. എന്നാൽ സ്വയമേ ഇറങ്ങി പോകാതെ അവിടെ കടിച്ചു തൂങ്ങി നിന്നുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ ജനനായകൻ എന്ന് അഭിസംബോധന ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ക്രൂശിക്കപ്പെട്ടത് തന്നെ.